എല്ലാവർക്കും നമസ്കാരം. ഞാൻ യതീഷ് ബല്ലാൽ. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. നമ്മുടെ ചാനലിൽ എഡ്യൂക്കേഷണലായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, ഇൻഫോർമേറ്റീവ് അതുപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഡോക്ടേഴ്സിനെ എങ്ങനെ മീറ്റ് ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു ആപ്പിനെ കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ഈ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. e-Sanjeevani എന്ന് പറയുന്നതാണ് ഈ ആപ്പിൻ്റെ പേര്. സോ അതൊന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കൃത്യമായി അതിൽ എല്ലാ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൃത്യമായി പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മളതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന്. സോ ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ലഭിക്കും. ഈ ഒരു പേജാണ് ലഭിക്കുന്നത്. അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. വെരിഫൈ ചെയ്യണം, നമ്പർ, ടോക്കൺ എടുക്കണം, ലോഗിൻ ചെയ്യണം, വെയിറ്റ് ചെയ്യണം. നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന 3 ഓപ്ഷൻ അവിടെ ലഭിക്കും. പേഷ്യൻറ്റ് രജിസ്ട്രേഷൻ, ജനറേറ്റ് ടോക്കൺ, അതുപോലെ തന്നെ പേഷ്യൻറ്റ് ലോഗിൻ, പേഷ്യൻറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ പേഷ്യൻറ്റ് രജിസ്ട്രേഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ടൈമിംഗ് നോക്കണം. ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള അവിടെ സമയം നമ്മൾ നോക്കേണ്ടതാണ്. ആ സമയം നമ്മൾ നോക്കിക്കൊണ്ടാണ് അവിടെ നമ്മൾ ടോക്കൺ എടുക്കേണ്ടത്. സോ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് കേരള എന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ സമയം കാണിക്കും, ഏത് സമയമാണ് ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കുന്നത്. സോ ആ സമയം നമ്മൾ കൃത്യമായി നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന ടോക്കൺ എടുക്കാൻ വേണ്ടി. ഓക്കെ, ഇനി പേഷ്യൻറ്റ് രജിസ്ട്രേഷനാണ്. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, കേരള സെലക്ട് ചെയ്ത ശേഷം ഏതാണ് നമുക്ക് വേണ്ടത്, ജനറൽ OPD ആണോ വേണ്ടത്, അല്ല സ്പെഷ്യാലിറ്റി OPD ആണോ വേണ്ടത്. നമ്മൾ ജനറൽ കൊടുക്കുന്നു. കോവിഡ് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ഓപ്ഷൻ വേറെയുണ്ട്. നമ്മൾ ജനറൽ ആണ് കൊടുക്കുന്നത്. ജനറൽ e-Sanjeevani കൊടുത്ത് വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ നമ്മുടെ നമ്പർ, മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു OTP വരും. നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത ഉടൻ തന്നെ ഒരു OTP വരും. ആ OTP അവിടെ ഓട്ടോമാറ്റിക്കായി എൻ്റർ ആവുന്നതാണ്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ സെൻഡ് OTP എന്ന ബട്ടൺ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വരും. ആ OTP ഓട്ടോമാറ്റിക്കായി അവിടെ എൻ്റർ ആവുന്നതായിരിക്കും. അലോ കൊടുക്കുക. ഓക്കെ, അവിടെ ഓട്ടോമാറ്റിക്കായി എൻ്ററായി. ഇനി വെരിഫൈ OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു പേജ് ലഭിക്കും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം കൊടുക്കണം. ഇമെയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത്ര ഡീറ്റെയിൽസ് നമ്മളവിടെ കൊടുക്കണം. സോ ഫസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം കൊടുക്കുക, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ വീഡിയോ ഞാൻ പല ആളുകൾക്ക് ഇങ്ങനെ ഒന്ന് സഹായമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ജെൻഡർ സെലക്ട് ചെയ്യണം. ഇമെയിൽ നമ്മൾ കൊടുത്ത ശേഷം ജെൻഡർ, ഫോൺ നമ്പർ അവിടെ ഉണ്ട്. ഏജ് സെലക്ട് ചെയ്യണം. നമ്മുടെ ഏജ് എത്രയാണത് നെക്സ്റ്റ് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലുള്ളൊരു പേജ് ലഭിക്കും. ഇവിടെ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തതാണ്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം. ഏത് ഡിസ്ട്രിക്റ്റിലാണോ നമ്മളുള്ളത് അത് സെലക്ട് ചെയ്യുക. ഇനി സിറ്റി, നമ്മുടെ അടുത്തുള്ള സിറ്റി ഒന്ന് സെലക്ട് ചെയ്യുക. അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. നമ്മുടെ അഡ്രസ്സ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻകോഡ് അവിടെ നിന്ന് എൻ്റർ ചെയ്യുക. ഇനി എന്തെങ്കിലും നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ നമ്മൾ ജനറേറ്റ് ടോക്കൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ടോക്കൺ ജനറേറ്റ് ആവും. ടോക്കൺ ജനറേറ്റ് ആയ ശേഷം അവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റ് രജിസ്ട്രേഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റ് ലോഗിൻ. സോ പേഷ്യൻറ്റ് ലോഗിൻ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഈ 2 ഓപ്ഷൻ ചോദിക്കും. നമ്മൾ അവിടെ പെർമിഷൻ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഈ പറയുന്ന ഒരു പേജ് ലഭിക്കും. ഇവിടെയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ എത്രാമത്തെ നമ്പർ എന്ന് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട സമയം പറയും. ഓക്കെ, എത്രാമത്തെ ക്യൂവിലാണ് നമ്മൾ ഉള്ളത്. അങ്ങനെ ആ ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ പറയുന്ന പേജിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.